എല്ലാവർക്കും നമസ്കാരം. ഇത് ആയുർജാക്ക് പ്ലാവാട്ടോ. അറിയാലോ, ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ബഡ് തൈയാണെന്ന്. ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാവും തൈകളൊക്കെ നമ്മൾ വിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ഒരു വളർന്ന് നമുക്കൊരു 7-7.5 അടി പൊക്കമൊക്കെ ആകുമ്പോൾ നമ്മളിത് പ്രൂണിങ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഈ പ്ലാവിൻ്റെ കടയ്ക്ക് നല്ല വണ്ണം വയ്ക്കുകയും ഇതിന് കുറച്ചും കൂടെ ആരോഗ്യമുള്ളൊരു പ്ലാവും തൈയായി മാറുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അതിലുണ്ടാകുന്ന ചക്കകളെ താങ്ങാനുള്ള ശക്തി ഈ പ്ലാവിനുണ്ടാകും. നമ്മൾ ആദ്യമേ ഒരെണ്ണമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കത് വിഷമമായിരിക്കും മുറിച്ച് കളയാൻ. അപ്പോൾ ഇതേപോലെ ആകും. പ്ലാവിന് ഈ ചക്കേനെ താങ്ങാനുള്ള ശക്തിയില്ലാതെ കാറ്റൊക്കെ വരുമ്പോൾ, മഴയൊക്കെ വരുമ്പോൾ ഇത് ഒടിഞ്ഞു പോകും, അല്ലെങ്കിൽ മറിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല താങ്ങ് കൊടുക്കണം. 2 വശത്തു നിന്നും മുളയോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള മരത്തിൻ്റെ എന്തെങ്കിലും ഒരു കമ്പൊക്കെ വെച്ചിട്ട് 2 ഭാഗത്തും താങ്ങ് കൊടുത്ത് കെട്ടി നിർത്തിയാൽ മതി. എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം, അതിൻ്റെ മുകൾ ഭാഗം ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ വെട്ടിക്കൊടുത്ത് ആ ഭാഗം മഴക്കാലത്താണെങ്കിൽ ചീഞ്ഞു പോകും. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു പാത്രമോ കുപ്പിയോ എന്തെങ്കിലും ഇറക്കി വെക്കണം. ആ മുറിപാടിൽ അവിടെ വെള്ളം ഇറങ്ങി പ്ലാവ് പോകാതിരിക്കാൻ. വേനൽക്കാലത്താണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾക്ക് ഈ പ്ലാവിന് നല്ല ആരോഗ്യവും ബലവും ഒക്കെ ഉണ്ടാവും. കുറേ പൊങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതിന് ബലം കുറയും. അപ്പോൾ ഇതേപോലെ നിറയെ ചക്ക ഉണ്ടാകുമ്പോൾ അത് താങ്ങാനുള്ള ശക്തി ഇതിനുണ്ടാവില്ല. ഈ പ്ലാവും അങ്ങനെയാണ്. ഇതിന് അടുത്ത കൊല്ലം എന്തായാലും ഇതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് കളയും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയറൊക്കെ ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. ബൈ.